ഹായ് ഹലോ നമസ്കാരം. ലെച്ചു സ്റ്റൽക്കിസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഇന്നീ പോകാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ചരിത്രമുറങ്ങുന്ന കടയ്ക്കൽ എന്ന എൻ്റെ സ്വന്തം നാട്ടിൽ ഏകദേശം 1/2 കിലോമീറ്റർ മാറി മാറ്റിടാംപാറ എന്ന് പറയുന്ന കടയ്ക്കൽക്കാരുടെ മാത്രം സ്വന്തം അഹങ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറയിലോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 രീതിയിലാണ് നമുക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ 2 സ്റ്റേജായിട്ടാണ് നമുക്ക് പോകാൻ പറ്റുക. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് പാറയിൽ തീർത്ത വലിയൊരു വിസ്മയമാണ്, അതായത് പാറമടക്കുളം. ഏറെ പ്രതീക്ഷയോടെ നമ്മളവിടെ പോയെങ്കിലും നിരാശയായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം മൊത്തം ചെളിക്കുണ്ടും അതുപോലെ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്പോട്ടായിട്ടാണ് നമ്മളവിടെ കണ്ടത്. വെള്ളമില്ല, കുറേ കുളവാഴയും വേസ്റ്റുകളും മാത്രമായിരുന്നു അവിടെ. ഭയങ്കര വിഷമമായി. കാര്യം പ്രകൃതി നമുക്ക് ഒരു സാഹസിക വിനോദസഞ്ചാര മേഖലയായിട്ട് മാറാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിലും സമീപ ദേശവാസികളാണോ അതോ ഇനി, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കേവ്സുകളുണ്ട്. ആ കേവ്സുകളായിക്കോട്ടെ പലയിടത്തായിട്ടും കള്ളുകുപ്പിയും കുറേ ബിയർ ബോട്ടിലും ഒക്കെ പൊട്ടിച്ചിട്ട് ആകെ അലങ്കോലമാക്കിയിരിക്കുന്നുണ്ട്. അവർ തന്നെ ആവണം ഇതും ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർക്കൊക്കെ അതൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടും ആയിരിക്കാം അവർ കാണുന്നത്. നമ്മൾ ചോദിച്ച് കേട്ട് മനസ്സിലാക്കിയിടത്തോളം അവർക്കൊക്കെ അതൊരു ടൂറിസം മേഖലയായിട്ട് വന്നാൽ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമുക്ക് വഴി തെറ്റിയപ്പോഴത്തേക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായി. അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഹെൽപ്പുകളൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചെയ്തു തന്നു. ഞങ്ങൾ കടയ്ക്കലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് എന്നും ഈ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ടോപ്പിൽ ആകാശം മുട്ട് നിൽക്കുന്ന ഒരു പാറയുടെ ടോപ്പ് ലെയർ മാത്രം കാണാൻ പറ്റിയിരുന്ന ഒരു ഭാഗത്ത് നമ്മളിന്ന് പോകുമ്പോൾ നമുക്ക് അവിടെ പറ്റി നമുക്കറിയില്ല. അവിടെ എങ്ങനെയാണ്, ഏതാണ്, എങ്ങനെ പോകണം, പോയിട്ട് എപ്പോൾ ഇറങ്ങാൻ പറ്റും, എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് അവിടെയുള്ള സമീപ പ്രദേശവാസികളാണ്. നമ്മൾ ആ ഒരു പാറമടക്കുളം കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കിന് അവിടെ ചെങ്കുത്തായിട്ടൊരു പാറയുണ്ട്. അതിന് കാറ്റുപാറ എന്നറിയപ്പെടുന്നത്. ആ പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കടയ്ക്കലത്തെ ടൗൺ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ജടായിപ്പാറ, അതുപോലെ കുടുക്കുത്തുപാറ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ കുടുക്കുത്തുപാറയും ചടയമംഗലം ജടായിപ്പാറയും പിന്നെ നമ്മുടെ ഇതെല്ലാം ടൂറിസം ആക്കി മാറ്റി കഴിഞ്ഞു അവർ. പക്ഷേ നമ്മുടെ ഈ ഒരു കടയ്ക്കലത്തെ ഈ ഒരു മാറ്റിടാംപാറ മാത്രം അതിനായിട്ട് ഇറങ്ങി തിരിച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് ബലവത്തിൽ വന്നിട്ടില്ല. ഇന്നും അത് കടയ്ക്കൽക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു പാറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ആവരുത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ വിനോദസഞ്ചാര മേഖലയായിട്ട് മാറാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ നമുക്കുണ്ട്. ഒരു ഗ്ലാസ് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അക്വേറിയോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് സാധാരണക്കാർക്ക് ജോലി കിട്ടും. നമ്മളെപ്പോലുള്ള സംരംഭകർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് സർക്കാർ മുന്നിട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് എന്നെപ്പോലെ ഒരുപാട് പേര് അവിടെ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അവിടെ 9 കേവുകളുണ്ടെന്നാണ് നമ്മൾ